ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2 ആയിട്ട് തന്നിട്ടുണ്ട്. ലിസ്റ്റ് 1 നോക്കിയാൽ അറിയാം ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ആണ്. ഇനി നമ്മൾ ആദ്യം അത് ലിസ്റ്റ് 2ലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമാണ്. ലിസ്റ്റ് 2 ഒന്ന് വായിക്കാം. സ്പെസിഫിക് റിക്വയർഡ് ആക്ഷൻസ് ഓർ നോൺ ആക്ഷൻസ് അലോയിങ് നോ ഡിസ്ക്രീഷൻ. ആക്ഷൻസ് ഓർ നോൺ ആക്ഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണത്, റൂളാണ് അല്ലേ. റൂൾ മീൻസ് എന്താണ്, ഇറ്റ് ഗൈഡ്സ് വാട്ട് മേ ഓർ മേ നോട്ട് ബി ഡൺ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് റൂള്. അപ്പോൾ എന്താണ്, നമുക്ക് നോക്കാം. അത് സി ആണ് അല്ലേ. സി എന്തായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്, 1 ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് നോക്കാം. സെറ്റ് ഓഫ് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ഇൻ ലോജിക്കൽ സീക്വൻസ് ടു പെർഫോം എ ടാസ്ക്. ലോജിക്കൽ സീക്വൻസ് എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് അല്ലേ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളത് ഏതാണ്, ടൈപ്സ് ഓഫ് പ്ലാനിൽ പ്രോഗ്രാംസ് ആണ്. പ്രോഗ്രാംസ് എ ആണ്. A2 ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെക്റ്റഡ് റിസൾട്ട്സ് എക്സ്പ്രസ്ഡ് ന്യൂമറിക്കലി. ന്യൂമറൈസ്ഡ് പ്ലാൻ എന്നാണ് എന്തിനാ പറയുന്നത്, ബജറ്റിനെ പറയുന്നത്. അപ്പോൾ ബജറ്റാണ് അവിടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ഏതായിട്ട് മാച്ച് ചെയ്യണേ, 3 ആയിട്ടാണ് മാച്ച് ചെയ്യുന്നത്. ഓക്കെ, D3. ഇനി അപ്പോൾ പിന്നെ എന്താ വരിക, പോളിസീസ് ആണ്. പോളിസീസ് ബി ആണ് ഓപ്ഷൻ വരുന്നത്. നോക്കുക, ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഗൈഡ് ക്ലിയർ തിങ്കിങ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ B4. എല്ലാം നമ്മളൊരു പേപ്പറിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് മാച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. മെട്രിക്സ് ഓർഗനൈസേഷൻ കമ്പൈൻസ് ദ ഫങ്ഷണൽ ആൻഡ് പ്രൊഡക്റ്റ് പാറ്റേൺസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഇൻ ദ സെയിം ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ നോക്കാം. സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് SBU ഈസ് എ മോഡേൺ ടൈപ്പ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഇൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അപ്പോൾ ആദ്യത്തേത് മെട്രിക്സ് ഓർഗനൈസേഷൻ, ഒരു നമ്മളും പഠിച്ചിട്ടുണ്ട് അല്ലേ. മെട്രിക്സ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ പ്രൊജക്റ്റിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് പാറ്റേൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റ് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ട്രൂ ആണ്. ഇനി നമുക്ക് സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു മോഡേൺ ടൈപ്പ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ആണ്. അപ്പോൾ അതും ട്രൂ ആണ്. ബോത്ത് 1 and 2. അപ്പോൾ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സ്പ്ലിൻറ്റേർഡ് അതോറിറ്റി എക്സിസ്റ്റ് വെൻ എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സ്പ്ലിൻറ്റേർഡ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ആയിട്ട് അതോറിറ്റീനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. അതാണ് സ്പ്ലിൻറ്റേർഡ് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനൊരു മീനിങ് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇപ്പോൾ ഡി ആണ് കറക്റ്റ് ആൻസർ. പൂളിംഗ് ദ അതോറിറ്റി ഡെലിഗേഷൻ ഓഫ് 2 or more മാനേജേഴ്സ് ടു റിസോൾവ് എ പ്രോബ്ലം. എന്താണ്, ഡെലിഗേറ്റ് ചെയ്തിരിക്കുകയാണ്, അതോറിറ്റിയെ ഡെലിഗേറ്റ് ചെയ്തിരിക്കുകയാണ് ആരിലേക്ക്, 2 or more മാനേജേഴ്സ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് 2 or more മാനേജേഴ്സിലേക്ക് ഡെലിഗേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് സ്പ്ലിൻറ്റേർഡ് അതോറിറ്റി. അപ്പോൾ ആൻസർ വരുന്നത് ഡി ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മെച്യൂരിറ്റി കോണ്ടിനം ഇൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ. ഗ്രോത്ത് ഓഫ് എംപ്ലോയീസിനെ പറ്റി പറയുന്ന ഒരു തിയറിയാണ് ഇമ്മെച്യൂരിറ്റി ടു മെച്യൂരിറ്റി. അപ്പോൾ ഇമ്മെച്യൂരിറ്റിയിൽ നിന്ന് മെച്യൂർഡ് ആകുന്ന അല്ലെങ്കിൽ ഡിപ്പെൻഡൻസിൽ നിന്ന് ഇൻഡിപെൻഡൻസിലേക്ക് മാറുന്ന ആ ഒരു ഗ്രോത്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ തിയറി ഡെവലപ്പ് ചെയ്തത് ക്രിസ് ആർഗിരിസ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ വിത്ത് റെസ്പെക്ട് ടു ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് ഇൻ സെൽഫ് തിയറി. സെൽഫ് തിയറിയിലെ ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പെർസെപ്ഷൻ ഓഫ് എ പേഴ്സൺ അബൌട്ട് ഹൗ അതേഴ്സ് പെർസീവ് ഹിസ് ക്വാളിറ്റീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഒരു പേഴ്സൻ്റെ, ഇപ്പം എൻ്റെ ആണെങ്കിൽ എൻ്റെ പെർസെപ്ഷനാണ് മറ്റുള്ളവർ എൻ്റെ ക്വാളിറ്റീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എന്നെപ്പറ്റി എന്തായിരിക്കും ചിന്തിക്കുന്നത് എന്ന് ഞാൻ തന്നെ അസ്യൂം ചെയ്യുകയാണ്. ഇങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ തന്നെ അസ്യൂം ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് എന്ന് പറയുന്നത്. ഓപ്ഷൻസിൽ ഈ ഒരു മീനിങ് വരുന്നത് ഓപ്ഷൻ സി ആണ്. ദ പെർസെപ്ഷൻ ഓഫ് എ പേഴ്സൺ അബൌട്ട് ഹൗ അതേഴ്സ് ആർ പെർസീവിങ് ഹിസ് ക്വാളിറ്റീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലീഡർഷിപ്പ് കോണ്ടിനന്റ് കോൺസെപ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ. ദ ആൻസർ ഈസ് ഡി ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, നമ്മളിന്ന് 6 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനിയും PYQ ഡിസ്കഷൻ കാണണം അല്ലെങ്കിൽ അത് പഠിക്കണം എന്നുള്ളവർ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഫുള്ളായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് എക്സാമിങ് അടുത്തു. ഓക്കെ, നിങ്ങളുടെ ഓരോ ദിവസത്തെയും ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും നിങ്ങൾക്ക് വിജയം നേടിത്തരും. ഓൾ ദ ബെസ്റ്റ് ബൈ യുവർ കൊമേഴ്സ് മെൻറ്റർ നീന. താങ്ക് യു.